നേഷനിൽ വന്ന് 9 പ്രാവശ്യം എവിഷൻ പോസിബിലിറ്റി ഉണ്ടായിരുന്നിട്ടും രക്ഷപ്പെട്ടു പോയ ഒരാളാണ് അൻസിബ. അൻസിബ ആക്ച്വലി ഒരു ഗെയിമറായിട്ടല്ല അവിടെ നിന്നിരുന്നത്. അൻസിബ സ്വന്തം ഒരു ലൈഫ് എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നത്. ഒട്ടും ഫേക്കായിട്ട് നിന്ന ആളല്ല. വളരെ വ്യക്തമായിട്ട് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട നിലപാടുകൾ പറഞ്ഞിട്ടുള്ള ആളാണ്. അല്ലാതെ അനാവശ്യമായിട്ട് ഒരാളായിട്ട് വഴക്കുണ്ടാക്കാനോ അടിപിടിക്കോ അങ്ങനെ കാര്യങ്ങൾക്കോ ഒന്നും പോകുന്ന ആളായിരുന്നില്ല. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് അൻസിബേനെ വളരെ ഇഷ്ടമായിരുന്നു. കാരണം ആസ് എ പേഴ്സൺ ആളൊരു നല്ലൊരു വ്യക്തിയാണ്. നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ്. എല്ലാ കാര്യവും ഇപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആൾ പോയിൻ്റ് ടു പോയിൻ്റ് ആയിട്ട് കറക്റ്റ് ആ ഒരു പോയിൻ്റ് ഒരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ അതിൽ കറക്റ്റ് ആ പോയിൻ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ പറഞ്ഞിരുന്ന ഒരാളാണ്. പക്ഷേ ഗെയിമറായിട്ട് നിന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ ബിഗ് ബോസ് ഹൗസിൽ ആൾ തന്നെ എല്ലാ എവിഷൻ റൗണ്ടിലും വരുമ്പോൾ പറയാറുണ്ട്, ഞാൻ ഒരിക്കലും ഗെയിമറായിട്ടല്ല നിൽക്കുന്നത്, എനിക്ക് ഗെയിം അറിഞ്ഞൂടാ എന്നും പറയുന്നുണ്ട്. പക്ഷേ എനിവേ ഈ പ്രാവശ്യത്തെ ജനവിധി പ്രകാരമായിരിക്കാം നമ്മുടെ അൻസിബയും കൂടെ ഔട്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 പേര്, അപ്സരയും അൻസിബയാണ് ഈ പ്രാവശ്യം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക്